ഒരാളെ കണ്ടാൽ കൈ പിടിച്ച് നോക്കാനോ മറ്റൊന്നിനും നമുക്ക് സാവകാശം കിട്ടില്ല. എപ്പോഴും കിട്ടണം എന്നില്ല. ആ സാഹചര്യത്തിൽ അയാളെ ക്യാരക്ടർ നമുക്കൊന്ന് അറിയണമെങ്കിൽ അയാളുടെ വിരലുകളെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഈ തമിഴില് കോടേങ്കി ശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഈ കൈയുടെ പെരുവിരലിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അത് ഫലം പറയുക. അതിഭയങ്കരമാണ്. അതൊരു പദ്യരൂപത്തിലുള്ളതെന്നാണ്. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ കോടങ്കി ശാസ്ത്രങ്ങളുടെ കയ്യിൽ വന്നു വിടുകയാണെങ്കിൽ അത് വാങ്ങണം. വാങ്ങുക മാത്രമല്ല, ഒന്ന് വായിച്ചു നോക്കുകയും വേണം. വിദഗ്ധമായിട്ട് ഗംഭീരമായിട്ട് ആ ഒരു പദ്യം കാണാൻ പിടിച്ചു വെച്ചിരുന്ന നമുക്ക് ഒരാളുടെ ഏകദേശമുള്ള ഇത് കാര്യങ്ങൾ വിരലിൽ നിന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ ഈ പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കാര്യങ്ങൾ ആ കോടങ്കി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോടങ്കി ശാസ്ത്രം അല്ല എടുക്കുന്നത്. ഹസ്തരേഖയായതുകൊണ്ട് നമ്മൾ വിരലുകൾക്ക് മറ്റ് ചില മാനങ്ങളാ കൊടുക്കുക. ആദ്യം എടുക്കുന്നത് തായ്വിരലാണ്. തായ്വിരൽ എന്ന് പറഞ്ഞാൽ പെരുവിരലാണ്. പെരുവിരലിനൊരു പ്രത്യേകതയുണ്ട്. മറ്റ് വിരലുകൾക്ക് അഭിമുഖമായിട്ടാണ് അത് നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. മറ്റ് 4 വിരലുകളുടെയും കൂടെ ഇയാളില്ല. ഇയാൾ മാറിയാ നിൽക്കുന്നത്. അപ്പൊ ഒന്നതാ. രണ്ടാമത്തെ പ്രത്യേകത, മറ്റു വിരലുകൾക്കെല്ലാം 3 സെഗ്മെന്റ്സ് ഉണ്ട്, ഖണ്ഡങ്ങളുണ്ട്. പക്ഷെ ഇയാൾക്ക് 2 ഖണ്ഡം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ഖണ്ഡം അയാളെ മണ്ഡലമാണ്, ശുക്രമണ്ഡലമാണ്. നമ്മൾ പഠിച്ചതാണ്. ഇത് രണ്ടും അയാളുടെ മാത്രം പ്രത്യേകതയാണ്. തായ്വിരലിന്റെ മാത്രം പ്രത്യേകതയാണ്. തായ്വിരൽ നോക്കി നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഒരാളെ വിലയിരുത്താൻ കഴിയുന്നതാണ്. ഈ ചെറുതും അതായത് നീളം കുറഞ്ഞതും, അതോടൊപ്പം തന്നെ കനം കുറഞ്ഞതും, നീളം കുറഞ്ഞതും കനം കുറഞ്ഞതുമായ പെരുവിരൽ അവിവേകികളുടെ ലക്ഷണം എന്നാണ് പറയാ. ഈ ചിത്രത്തിൽ കാണുന്നത് അതല്ല കേട്ടോ. കുരങ്ങിന്റെ വിരൽ ശ്രദ്ധിച്ചാലും അങ്ങനെ പ്രത്യേകതയുണ്ട്. ആ കുരങ്ങന്റെ പെരുവിരലിന് നീളവും കുറവാണ്, കനവും കുറവാണ്. എന്നാൽ വിരലിന്റെ അഗ്രം എന്ന് പറഞ്ഞാൽ, വിരലിന്റെ അഗ്രം ഉദ്ദേശിക്കുന്ന ഈ ഒന്നാം ഖണ്ഡം. ഈ ഒന്നാം ഖണ്ഡം അത് നഖത്തോട് ചേർന്ന ഭാഗം. വിരലിൽ എപ്പോഴും അങ്ങനെ നമ്മൾ കണക്കാക്കുക. ഒന്നാം ഖണ്ഡം എന്ന് പറഞ്ഞാൽ നഖത്തോട് ചേർന്ന ഭാഗമാണ്. ഇത് ഗത പോലിരിക്കും. ഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ ഉയർന്ന് വളഞ്ഞിരിക്കുന്ന ഒരു സാധനം. ഇങ്ങനെ ഉയർന്നിട്ട് അഗ്രഭാഗം ഇങ്ങനെ കൂർന്ന് താഴോട്ട് ചെറുതായി വരുന്ന അതിനാണ് നമ്മൾ ഗത എന്ന് പറയാം. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന ഗതയുടെ അഗ്രം ഉരുണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ഭീമനൊക്കെ ഗതയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗതയുടെ അഗ്രം ഉയർന്ന് പിന്നെ ഗ്രാജുവലി താഴ്ന്നു വരുന്നുണ്ട്. അത് വളരെ അപകടകാരിയായ ഒരു കൈയുടെ ലക്ഷണമാണ്. ഗതരൂപത്തിൽ ഞാൻ ഒന്നാം ഖണ്ഡം ഒരു ഗോളാകൃതി പോലെ തട്ടിച്ചിരിക്കുക. ഒന്നാം ഖണ്ഡം. അപ്പൊ ഒന്നാം ഖണ്ഡം ഗോളാകൃതി പോലെ നന്നായി തടിച്ചിരിക്കുകയും രണ്ടാം ഖണ്ഡം നന്നായി ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒന്നാമത്തെ ഖണ്ഡത്തിന് ഒരു വലിപ്പക്കൂടുതലൊക്കെ ഫീൽ ചെയ്യും. അതിനെയാണ് ഗത എന്ന് പറയാം. അങ്ങനെയുള്ള ആളിന് കൊലപാതകിയുടെ ലക്ഷണം ഏറ്റാണ് നമ്മൾ കാണുക. കൊലപാതകികളുടെ ലക്ഷണം. അപ്പോ ഇങ്ങനെ കൈ ഉണ്ടായിരിക്കുന്നവരെല്ലാം കൊലപാതകളാവുന്നോ ക്രിമിനൽ കേസിലെ പ്രതിയാവുമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അത് അപകടകരമായൊരു കൈയാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ തന്നെയുള്ള പല ആൾക്കാർക്കും അത്തരത്തിലുള്ള കൈകളുണ്ട്. അവരാരും ക്രിമിനൽ മൈൻഡ് ഉള്ളവരല്ല. പക്ഷെ വിരലില് ഗത രൂപത്തിലാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് കേട്ടാൽ,
ഇവരാരെങ്കിലും അടിച്ചാൽ, കൈ എടുത്ത് അടിച്ചാൽ ആ അടി വാക്കില്ലാതെ വീഴും. ആൾക്കാരെ ബോധം കെട്ട് വീഴുക, ചിലപ്പം ചത്തുപോവുക ഒക്കെ സംഭവിക്കാം. അവർക്ക് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ അടിച്ചതൊന്നും ആവില്ല. അപ്പൊ ഇങ്ങനൊരു വിരലുള്ള ആളെ കണ്ടാൽ നമ്മൾ അവരെ ഉപദേശിക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങൾ ആരെയും തല്ലരുത്, കൈ കൊണ്ട് തല്ലരുത്. തല്ലിയാൽ സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും അവൻ ചുരുണ്ട് വീഴും. ചിലർ പറയില്ലേ, അടി വാക്കില്ലാതെ വീണു എന്നിങ്ങനെ പറയില്ലേ. അപ്പൊ ഇവർ കൈനീട്ടി അടിച്ചാൽ അത് അപകടകരമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടാൽ ഉപദേശിക്കുക, നിങ്ങളെ കൈകൊണ്ട് ആരെയും തല്ലരുത്, തല്ലിയാൽ നിങ്ങൾ കേസിലെ പ്രതിയാകും. മറ്റൊന്ന്, പെരുവിരലിന് നീളം കൂടിയിരിക്കുക. പെരുവിരലിന് നീളം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈ ചേർത്ത് വെക്കുമ്പോൾ ഒന്നാം വിരലിന്റെ ഏകദേശം മൂന്നാം കണ്ണത്തിനടുത്ത് എത്തുന്ന വിധത്തിൽ, അതാണ് നീളം ഉണ്ടാകുക എന്ന് പറയുന്നത്. അതിനേക്കാൾ പെരുവിരൽ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഒന്നാം വിരലിന്റെ മൂന്നാമത്തെ കണ്ണം, താഴത്തെ കണ്ണം, അതിനേക്കാൾ മുകളിൽ നിൽക്കുക. അവർ നീളമുണ്ട് പറയാൻ. ബുദ്ധി കൊണ്ട് ശത്രുവിനെ ജയിക്കുമെന്നാണ്. നല്ല ഭരണകർത്താവാണ്, വിശേഷാൽ ബുദ്ധി ഉണ്ടാകും. ബുദ്ധി കൊണ്ട് ശത്രുവിനെ ജയിക്കുന്ന ആളായിരിക്കും. അപ്പൊ ശത്രുവിനോട് അയാൾ എതിരഭിപ്രായമൊന്നും കാണിക്കില്ല, അയാളെ തല്ലാനും പോകില്ല. ബുദ്ധിപരമായ ഇടപാടുകൾ കൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കും. ഒന്നുകിൽ ശത്രുത ഇല്ലാതാക്കും, അല്ലെങ്കിൽ ശത്രുവിനെ തന്നെ ഇല്ലാതാക്കും. പിന്നെ ഈ പെരുവിരൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ, ഇങ്ങനെ പുറകോട്ട് പിടിച്ചു നോക്കിയാൽ യഥേഷ്ടം വളയുന്നതുണ്ട്. ചിലരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത്ര തന്നെ പ്രസ് ചെയ്താലും വളയില്ല, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വെക്കും. ഇങ്ങനെ വെച്ചാൽ സ്ട്രോങ് ആയിട്ട് വെക്കും, അത് വളയില്ല, മറിയില്ല. ഇങ്ങനെ വളയാത്തതാണെങ്കിൽ സത്യസന്ധത, കൃത്യനിഷ്ഠ, ഉറച്ച തീരുമാനം. സത്യസന്ധനായിരിക്കും, കൃത്യനിഷ്ഠയുള്ള ആളായിരിക്കും, ഉറച്ച തീരുമാനമുള്ള ആളായിരിക്കും. എന്നാൽ പിന്നിലേക്ക് യഥേഷ്ടം വളയുന്നതാണ് എങ്കിൽ വിമർശന സ്വഭാവവും സ്വന്തം കാര്യം നോക്കുന്ന ആളുമായിരിക്കും. ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനത്തിലെത്താൻ കഴിയുകയില്ല. എന്നാൽ മറ്റുള്ളവർ വിമർശിക്കാനോ കേമനായിരിക്കും. ഇപ്പൊ വിമർശന സ്വഭാവം ഉണ്ടാകും, ഉറച്ച തീരുമാനം ഉണ്ടാകില്ല, സ്വന്തം കാര്യം നോക്കും. അന്യന്റെ വളർച്ച ഇഷ്ടപ്പെടുകയുമില്ല. മറ്റൊരാൾ നന്നാകുന്നത് അയാൾക്ക് തീരെ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്രയുമാണ് ആ രണ്ട് ഘടകങ്ങളെ കുറിച്ച് ഇവിടെ പറയാം. ഒന്ന് വളയുന്നതും മറ്റൊന്ന് വളയാത്തതും. ഈ പെരുവിരലിന്റെ ഒന്നാം ഖണ്ഡം നീളമേറിയിരുന്നാൽ, ഒന്നാം ഖണ്ഡം എന്ന് പറഞ്ഞത് നഖത്തോട് ചേർന്ന ഭാഗമാണ്, അത് വികാരത്തെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഫീലിങ്സ്. പെരുവിരലിന്റെ ഒന്നാം ഖണ്ഡം, അത് നഖത്തോട് കൂടിയ ഭാഗം ഫീലിങ്സിനെ, വികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന് നീളമേറിയിരുന്നാൽ അയാൾക്ക് ആജ്ഞാശക്തി ഉണ്ടാകും, മനഃശക്തിയും ഉണ്ടാകും. തൻ്റെ വ്യക്തിത്വം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞത് വികാരത്തെ സൂചിപ്പിക്കുകയാണ്. ആ വികാരത്തെ സൂചിപ്പിക്കുന്ന ആ ഖണ്ഡം വലിപ്പമേറിയിരുന്നാൽ അയാൾക്ക് ആജ്ഞാശക്തി ഉണ്ടാകും, മനഃശക്തി ഉണ്ടാകും, അയാൾക്ക് വ്യക്തിത്വം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും. അത് നല്ല സ്വഭാവമാണ്. എന്നാൽ രണ്ടാം ഖണ്ഡത്തിനാണ് നീളമേറിയിരിക്കുന്നെങ്കിൽ, ഈ രണ്ടാം ഖണ്ഡം എന്ന് പറയുന്നത് വിചാരത്തെയാണ് സൂചിപ്പിക്കുക. ആദ്യത്തത് വികാരത്തെയും
രണ്ടാം ഖണ്ഡം വിചാരത്തെയും തോട്ട് ആണ് സൂചിപ്പിക്കുക. അത് നീളമേറിയിരുന്നാൽ യുക്തിക്കനുസരിച്ച് ജീവിക്കും. യുക്തിക്ക് അനുസരിച്ച് ജീവിക്കും. ഈ സത്യവും ദാനവും ധർമ്മവും ഒക്കെ അയാൾ ആ സാഹചര്യത്തിനനുസരിച്ച് നിർവചിക്കും. എങ്കിൽ സത്യവും നീതി ന്യായവും എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനൊന്നും പ്രത്യേകിച്ച് വില കൊടുക്കുന്ന ആളല്ല. അയാളുടെ യുക്തി, അയാൾ ജീവിക്കുന്നതിന് എന്തിനും, അയാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അയാളുടേതായ ന്യായീകരണം ഉണ്ടായിരിക്കും. അത് പൊതുസമൂഹത്തിന് ഇഷ്ടമുണ്ടാകണം എന്നില്ല. അയാൾക്ക് ന്യായമുണ്ടാകും. അവരെയാണ് രണ്ടാം ഖണ്ഡത്തിന് വലിപ്പം ഏറി കണ്ടാൽ പറയാം. എന്നാൽ ഈ രണ്ടാം ഖണ്ഡത്തിന് കനം കുറഞ്ഞു പോയാൽ, നമ്മൾ പറഞ്ഞില്ലേ ഈ രണ്ടാം ഖണ്ഡം, ഇപ്പൊ ഈ കാണുന്ന ചിത്രത്തില് അതുപോലെയാ. രണ്ടാം ഖണ്ഡത്തിന് കനം കുറവാണ്. ഈ രണ്ടാം ഖണ്ഡത്തിന് കനം കുറഞ്ഞു പോയാൽ വിധിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. എന്തു പറഞ്ഞാലും അത് വിധിയിൽ കൊണ്ടുവെക്കും. പിന്നെയോ മേലധികാരികളുടെ കുറ്റം കണ്ടുപിടിക്കാനായി നടക്കും. അലസനായിരിക്കും. ഉറച്ച തീരുമാനമുണ്ടാകില്ല. അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അയാൾ ഒരു കാര്യം ചെയ്യുകയും ഇല്ല. ഇപ്പൊ മധ്യഭാഗം കനം കുറഞ്ഞു പോയാൽ വിധിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ വിധിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം ഉണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് സംഭവിച്ചാലും പറയും അത് വിധിയാണ്, അത് വിധി പോലെ വന്നു. എന്തിനും അയാൾ രക്ഷപ്പെടാൻ കാണിക്കുന്ന, അയാൾക്കൊരു അബദ്ധം പറ്റിയാലും ഒരു നഷ്ടം വന്നാലും അത് അങ്ങനെ വരൂ, വിധിയാണത്. വിധിയിൽ വിശ്വസിക്കുന്ന ആളും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളും എപ്പോഴും മേലധികാരി തന്റെ മുകളിലുള്ള ആളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നയാളും അലസന്മാരുമായിരിക്കും. മധ്യഭാഗത്തിന് കനം കുറഞ്ഞിരുന്നാൽ. എന്നാൽ ഈ ഒന്നും രണ്ടും ഭാഗത്തിനും ഒരേ നീളമാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു ഒന്ന് നീളം കൂടി മറ്റൊന്ന് നീളം കുറഞ്ഞു എന്നാ പറഞ്ഞു അല്ലെ, സോറി, രണ്ടിനും നീളം കൂടിയ അവസ്ഥ പറഞ്ഞത്. ഒന്നാം ഖണ്ഡത്തിന് നീളം കൂടിയിരിക്കുക, രണ്ടാം ഖണ്ഡത്തിന് നീളം കൂടിയിരിക്കുക. രണ്ട് ഖണ്ഡത്തിനും ഒരുപോലെയാണ് നീളമെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും കഴിവുണ്ടാകും. ഒന്നാം ഖണ്ഡത്തിനും രണ്ടാം ഖണ്ഡത്തിനും ഒരേ നീളമാണ് ഉള്ളത് എങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങൾ വേഗത്തിൽ തരണം ചെയ്യുവാൻ കഴിവുണ്ടാവും. ഇനി ഈ ഒന്നാം ഖണ്ഡത്തെയും രണ്ടാം ഖണ്ഡത്തെയും, ഒന്നേയും രണ്ടും ഖണ്ഡത്തെ, ഈ ഒന്നും രണ്ടും ഖണ്ഡത്തെ വേർതിരിക്കുന്ന രേഖ ഇവിടെയുണ്ട്. ഇവിടെ ക്രോസ് ചെയ്ത രേഖ. ആ ക്രോസ് ചെയ്ത രേഖയിൽ യവച്ചിഹ്നം, ഐലൻഡ്, ദീപടയാളം, കയ്യിൽ ദീപടയാളം നന്നല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കയ്യിൽ ഒരിടത്തും ദീപം ഉണ്ടാകാൻ പാടില്ല, അത് നല്ല ലക്ഷണമല്ല, നെഗറ്റീവാണ്. എന്നാൽ ഈ തായ് വിരലിന്റെ ഒന്നും രണ്ടും കണ്ണത്തെ വേർതിരിക്കുന്ന ഭാഗത്ത് ഒരു ദീപടയാളം ഉണ്ടായാൽ ഭക്ഷണ കാര്യത്തിൽ ജീവിതത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഭക്ഷണ സൗഭാഗ്യം അയാൾക്കുണ്ടായിരിക്കും. ഭക്ഷണ സൗഭാഗ്യം അയാൾക്ക് ഉണ്ടായിരിക്കും. എവിടെ പോയാലും ഇഷ്ടഭോജ്യം ലഭിക്കും.
ഇന്ന് സദ്യ കിട്ടുമെന്നല്ല, നല്ല ഭക്ഷണം ലഭിക്കും. അയാൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം എവിടെ പോയാലും കിട്ടും. ഒരിക്കലും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഈ കൈക്കാർക്ക് ഉണ്ടാകില്ല. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഐലൻഡ് നമുക്ക് പ്രത്യേകം നോക്കാം. വിവിധ തരത്തിലുള്ള ഐലൻഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അന്ന് നോക്കിക്കൊള്ളുക. എന്നാൽ രണ്ടാം ഖണ്ഡത്തില് പാർശ്വത്തിൽ, ആ ചിത്രത്തിന്റെ രണ്ടാം ഖണ്ഡത്തിൽ നോക്കുക. രണ്ടാം ഖണ്ഡത്തിന്റെ പാർശ്വത്തിൽ നിന്നൊരു രേഖ ആ വിരലിന്റെ മധ്യം വരെയൊക്കെ വന്നു കിടന്നാൽ, ഇപ്പൊ ഇതിൽ കാണുന്നുണ്ട്, ആ സന്ധിക്ക് മുകളിൽ ഒരു ചെറിയ രേഖ രണ്ടാം ഖണ്ഡത്തിൽ കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു രേഖ പാർശ്വത്തിൽ ഉണ്ടായിരുന്നാൽ ആ രേഖ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ മാറ്റിവെക്കാൻ പ്രവണതയുള്ള ആളുടെയാണ്. പോസ്റ്റ്പോണ്ടിങ് ടെൻഡൻസി. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്കോ മറ്റന്നാളത്തേക്കൊക്കെ മാറ്റിവെക്കാൻ അയാൾ കാരണം കണ്ടുപിടിക്കും. ഒന്നും സമയത്ത് ചെയ്യില്ല. മതിരേഖ എന്നാണ് ആ രേഖയ്ക്ക് പേര് പറയുന്നത്. മതിരേഖ. ഒരു കാര്യവും സമയത്ത് ചെയ്യില്ല, മാറ്റിവെക്കും. ഇന്ന് നാളത്തേക്ക് മാറ്റും, നാളെ മറ്റന്നാളത്തേക്ക് മാറ്റും, അതിന്റെ അടുത്ത ദിവസം പിന്നെ കുറെ കഴിഞ്ഞ് ചെയ്യാവുന്നതാവും. അതൊരു നല്ല ലക്ഷണമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇത്രയുമാണ് പ്രധാനമായിട്ടും പെരുവിരലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നോട്ട്സിന്റെ കാര്യം അവസാനം എടുക്കാം. ഈ ക്ലാസ്സിൽ ഇപ്പൊ വന്നതില് ശരീരം മാത്രമാണ് നോട്ട്സ് ഇല്ലാത്തയാൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്നവര് നോട്ട്സ് ഒന്ന് അയച്ചു കൊടുത്താൽ ശലിനിക്കത് സൗകര്യപ്രദമായിരിക്കാം. നോട്ട്സ് അയാളൊന്ന് കോപ്പി ചെയ്ത് എടുത്തോളും, കഴിയുമെങ്കിൽ എങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. എനിക്ക് നോട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ മടിയുണ്ടായിട്ടല്ല, പക്ഷെ മറ്റു ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നവർക്ക് ആർക്കും തന്നെ ഈ നോട്ടിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതിൽ ഒരാളിന് മാത്രം ആവശ്യമായതുകൊണ്ടാണ് ആ നോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാൻ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ ജോലിയുടെ കയ്യിലൊക്കെ ചിലപ്പോൾ നോട്ട്സ് നന്നായിട്ട് എഴുതിയോ, കാരണം കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പൊ നോട്ടിന്റെ ഒരു നല്ല ഫെയർ കോപ്പി കാണും, ഒന്ന് അയച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഡിറ്റക്ട് ചെയ്യാം. ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ചൂണ്ടുവിരലിനെ കുറിച്ചാണ്. അത് നമ്മൾ ഒന്നാം വിരൽ എന്ന് പറയും. ചൂണ്ടുവിരൽ, അതായത് ഒന്നാം വിരൽ. ഇതല്ല, ഇത് ചെറുവിരല. ഇതിട്ടിരുന്നാ മതി, ഇതിട്ടിരുന്നാ മതി. ആ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് നമ്മൾ ഒന്നാം വിരൽ എന്ന് പറഞ്ഞ അയാളെയാണ്. വേണമെങ്കിൽ വ്യാഴവിരൽ എന്ന് നമുക്ക് പറയാം. വ്യാഴവിരൽ എന്നും അയാളെ പറയാം. വ്യാഴൻ അധികാരത്തിന്റെ ആളാണ്, അല്പ അഹങ്കാരത്തിന്റെയും ആളാണ്. അപ്പൊ ഈ വിരലിന് നീളം ഏറിയിരുന്നാൽ, ചൂണ്ടുവിരലിന് നന്നേ നീളം ഉണ്ടായിരുന്നാൽ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന നീളം പോരാ, അതിനേക്കാൾ നീളം ഉണ്ടായിരുന്നാൽ അധികാരമോഹികളും ഭരണാധികാരികളുമായിരിക്കും. അധികാരമോഹികളായിരിക്കും, അതോടൊപ്പം തന്നെ ഭരണാധികാരികളുമായിരിക്കും. അധികാരം കിട്ടാൻ എന്തു കുറുക്ക് വഴി സ്വീകരിക്കാനും ഒരു മടിയും കാണില്ല. നമ്മൾ ഈ കാലുമാറുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? കാശൊക്കെ വാങ്ങിയിട്ട് കാലുമാറുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അധികാരം കയ്യിൽ കിട്ടാൻ എന്തു മാർഗവും അവർ സ്വീകരിക്കും. അവർക്ക് അതിലൊരു നാണക്കേട് ഇല്ല എന്നാണ്. നീളം ഏറിയിരുന്നാൽ. എന്നാൽ ഒന്നും രണ്ടും വിരലുകൾക്ക് ഒരേ നീളമാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ, ഈ ചിത്രത്തിലെ രണ്ടാം വിരലിന് നീളം കൂടുതലാണ്.
ഒന്നാം വിരലും മൂന്നാം വിരലും ഒരേ അകലത്തിലാണ്. ഇതിന് പകരമായി ചിത്രം മാറ്റണ്ട. ഇതിന് പകരമായി ഈ ഒന്നാം വിരല് രണ്ടാം വിരലിന്റെ അതേ അകലത്തിൽ വരികയാണെങ്കിൽ ഒന്നാമത്തെ വിരലിനും രണ്ടാമത്തെ വിരലിനും ഒരേ നീളം. അടക്കി ഭരിക്കുവാൻ മോഹമുണ്ടാകും. ഏകാധിപതികളെ പോലെ. നെപ്പോളിയന്റെ വിരൽ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുക. 1 ഉം 2 വിരലുകൾക്ക് ഒരേ നീളമായിരുന്നു എന്നാണ് പറയുക. അടക്കി ഭരിക്കുവാൻ താല്പര്യമുണ്ടാകും. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ആരെയും കണ്ടിട്ടില്ല. എന്നാൽ മോതിര വിരൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വിരൽ. മോതിര വിരൽ മൂന്നാമത്തെ വിരൽ. മൂന്നാമത്തെ വിരലിനും ഒന്നാമത്തെ വിരലിനും ഒരു ഇപ്പൊ ഈ അടക്കി ഭരിക്കുവാൻ താല്പര്യം കാണിക്കൂ എന്ന് പറഞ്ഞത് ഈ ചിത്രമാണ്. 2 വിരലിനും ഒരേ നീളമുണ്ടായിരിക്കുക. ചൂണ്ടുവിരലിനും അണിവിരലിനും ഒരേ നീളമുണ്ടായിരിക്കുക. എന്നാൽ മോതിര വിരലിനും അതേ മൂന്നാമത്തെ വിരൽ നേരത്തെ ചിത്രം ഇട്ടിരുന്നു. മോതിര വിരലിന് ഇതല്ല, ഇതിന് മുന്നേ ഇട്ടിരുന്നു. ഇതുമല്ല, ഇതുമല്ല, വേറൊരു ചിത്രമുണ്ട്. അല്ല, മോതിര വിരലിനും ചൂണ്ടുവിരലിനും ഒന്നാം വിരലിനും മൂന്നാം വിരലിനും ഒരേ നീളമാണുള്ളത് എങ്കിൽ ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കും. ചിലരുണ്ട് പേരും പെരുമയും ഉണ്ടായാൽ മതി, ധനം വേണമെന്നില്ല. മറ്റു ചിലരുണ്ട് പേരും പെരുമയും ഒന്നും വേണ്ട, ധനം കിട്ടിയാൽ മതി, പൈസ കിട്ടിയാൽ മതി. ഇക്കൂട്ടരാണെങ്കിൽ തുല്യ പ്രാധാന്യം രണ്ടിനും കൊടുക്കും. തുല്യ പ്രാധാന്യം രണ്ടിനും കൊടുക്കും. ധനത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവർ ആയിരിക്കും ഇവർ. എന്നാൽ ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളമുണ്ടെങ്കിൽ, തൊട്ട് നമ്മൾ നേരത്തെ കണ്ടൊരു ചിത്രം, ഇതിന് തൊട്ട് മുമ്പിട്ടൊരു ചിത്രം, ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം. ഇതല്ല, അതിട്ടാൽ മതി. നേരത്തെ പറഞ്ഞ ഇത് ഒരേ നീളം, അതിട്ടാ മതി. ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളമുണ്ട് എങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, നേതൃഗുണവും ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ നീളം കൂടിയ ചൂണ്ടുവിരലിൽ നമ്മൾ ഇതേ ഫലമാണ് പറഞ്ഞത്. ചൂണ്ടുവിരലിന് നീളം കൂടിയാൽ ഭരണാധികാരിയായിരിക്കും, അധികാരമോഹവും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ മോതിര വിരലിനേക്കാൾ നീളം ഇയാൾക്കുണ്ടായാൽ ഫലത്തിൽ വലിയ വ്യത്യാസമില്ല. ആത്മവിശ്വാസവും നേതൃഗുണവും ഉണ്ടാവും. ആത്മവിശ്വാസവും ഉണ്ടാകും, നേതൃഗുണവും ഉണ്ടാകും. പക്ഷെ ഈ ആത്മവിശ്വാസം അഹങ്കാരത്തിന് കാരണമായി തീരും. ഞാനാ പറയുന്നത് എന്ന് പറയുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആ ഞാൻ എന്തോ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവർക്ക് അമിതമായ ആത്മവിശ്വാസം പിന്നീട് അത് അഹങ്കാരത്തിനും കാരണമായി തീരും.
ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് കാണിക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിക്കാൻ കഴിയുമോ എന്നൊക്കെ തോന്നൽ ഉണ്ടാകുന്നത് അല്പം അഹങ്കാരമാണ്. അഹങ്കാരം ഉണ്ടായത് എവിടെയാ? തനിക്കത് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടായ അഹങ്കാരമാണ്. ഇപ്പം മോതിര വിരലിന് ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളമുണ്ടെങ്കിൽ അയാൾ നേതൃഗുണമുള്ള ആളും ആത്മവിശ്വാസമുള്ള ആളുമായിരിക്കും. പക്ഷെ ഈ ആത്മവിശ്വാസം കാലക്രമേണ അഹങ്കാരത്തിന് കാരണമായി തീരും. റിവേഴ്സ് സംഭവിക്കാം. മോതിര വിരലിനേക്കാൾ ഇയാൾക്ക് നീളം കുറഞ്ഞു പോകാം. മോതിര വിരലിനേക്കാൾ നീളം കൂടിയും കൂടുന്നു പറഞ്ഞെങ്കിൽ തിരിച്ചു സംഭവിക്കാം. മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകാം ഒന്നാം വിരലിന്. അല്പം ചിത്രം ഇട്ടു നമ്മൾ. അപ്പൊ മോതിര വിരലിന് ഇതല്ല. മോതിര വിരലിനേക്കാൾ നീളം കുറവാണ് ഇവിടെ ഒന്നാം വിരൽ. ഇപ്പം ഒന്നാം വിരലിൽ നീളം കൂടിയാൽ നമ്മൾ പറയുന്നു ആത്മവിശ്വാസം ഉണ്ടാകും, നേതൃഗുണം ഉണ്ടാവും. ഇപ്പൊ നീളം കുറഞ്ഞാൽ ഇവിടെ നമുക്കെടുക്കാം അപകർഷതാബോധം, തന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നുള്ള ബോധം, ഒരു കാര്യത്തിലും ഉറപ്പില്ല, ഒരു സൂത്രശാലിയായി ജീവിക്കുക. അപകർഷതാബോധം ഉണ്ടാവും, ഒരു കാര്യത്തിലും ഉറപ്പുണ്ടാകില്ല, സൂത്രശാലിയായിട്ട് അങ്ങ് ജീവിച്ചു പോവുക. ഈ ആൾക്കാരുടെ ലക്ഷണമാണ് നീളം കുറഞ്ഞ ഒന്നാം വിരൽ. ആരെക്കാൾ നീളം കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ മൂന്നാം വിരലിനേക്കാൾ നീളം കുറഞ്ഞത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും പറയാനുള്ളൂ. വേണമെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഈ നീളം കുറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉറപ്പില്ല, സൂത്രശാലിയാണ്, ഒരു ഭീരുവിനെ പോലെ പെരുമാറും എന്നൊക്കെ പറഞ്ഞു. നീളം തീരെ കുറയുക, വാക്ക് അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. നീളം കുറവ് എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത് ഞാൻ പറയുമ്പോൾ നീളം തീരെ കുറയുക. അപ്പൊ നീളം കുറവെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, നീളം തീരെ കുറയുക എന്ന് പറഞ്ഞ മറ്റൊരവസ്ഥ. എന്ന് വെച്ചാൽ നന്നേ ചെറുതായിരിക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത, ഇതെന്താ ഇങ്ങനെ? അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയും. പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നീളം കുറഞ്ഞിരുന്നാൽ അപകർഷതാബോധവും ഒരു കാര്യത്തിലും ഉറപ്പില്ലാത്ത ആളും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞത്. എന്നാൽ തീരെ കുറയുക. അപ്പൊ നോട്ട്സിലും നമ്മൾ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിച്ചോളണം. അത് അവസാനം തീരെ വിട്ടിട്ട് കുറഞ്ഞു പോയാൽ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ എടുക്കരുത്. ഒരിടത്ത് നീളം കുറഞ്ഞു പോയാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ തീരെ നീളം കുറഞ്ഞു പോയാൽ എന്ന് തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ആ തീരെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി ചേർത്തോളണം. എന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാം വിരലിന് മൂന്നാം വിരലിനോടൊപ്പം നീളം വരാം, ഒന്നാം വിരലിനോടൊപ്പം നീളം വരാം, ഒന്നാം വിരൽ കഴിഞ്ഞും നീളം വരാം. രണ്ടാം വിരലിനോടൊപ്പം നീളം വരാം, രണ്ടാം വിരൽ കഴിഞ്ഞും നീളം വരാം. എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാം വിരലൊരു എന്തൊരു നീളമായിരിക്കും. മറ്റേത് വിരലിനേക്കാൾ അയാൾ മുമ്പിൽ നിൽക്കും. എങ്കിൽ അവൻ ക്രൂവനും അസമ്മാർഗിയുമായിരിക്കും, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരിക്കും, വളരെ ക്രൂവലായിരിക്കും, അസമ്മാർഗിയുമായിരിക്കും. അവന് തെറ്റും ശരിയും, സമൂഹത്തിന്റെ തെറ്റും ശരിയും ഒന്നും അവന് ബാധകമേ അല്ല. എന്ത് ഹീനപ്രവൃത്തിയും, എന്ത് ശൂന്യമായ പ്രവൃത്തിയും, സംസ്കാരശൂന്യമായ പ്രവൃത്തിയും ചെയ്യാൻ അവന് യാതൊരു മടിയും ഉണ്ടായിരിക്കുകയില്ല.
അത്തരക്കാരിലായിരിക്കും ഈ വിരലിന് നന്നേ നീളം കൂടുതൽ ഉണ്ടാകുക എന്ന അവസ്ഥ വരിക. അപ്പൊ നമ്മൾ രണ്ടാം വിരലും പറഞ്ഞ് അവസാനിപ്പിച്ചേ. ഞാൻ വളരെ സാവധാനമാണ് പറഞ്ഞു പോകുന്നത്. ഈ ശരീരക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാർ. ഇപ്പൊ പറഞ്ഞത് ഒന്നാം വരെ ഇതുവരെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പി വി ബാബു പഴയ സ്റ്റുഡന്റ് ആണോ പുതിയ സ്റ്റുഡന്റ് ആണോ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത മൂന്നാമത്തെ വിരലിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ വിരലല്ല, രണ്ടാമത്തെ വിരലിലേക്ക്. പഠിക്കുന്നതിൽ മൂന്നാമത്തെ വിരൽ എന്ന് പറയാം. വിരല് രണ്ടാമത്തേതാണ്. 3 പേര് ആരൊക്കെയാണ്? ഒന്ന് സലീന, പ്രിയ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഞാൻ സലീനയോടാണ് മനസ്സിലായെന്ന് ചോദിച്ചത്. ബാബു സാറെ മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? പിന്നീട് ഒന്ന് ചേർന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വിരലിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ വിരൽ എന്ന് പറയുന്നത് മധ്യമാങ്കുലി എന്ന് പറയാം. നടുവിരൽ എന്ന് പറയുന്ന പോലെ മധ്യമാങ്കുലി. ഈ മധ്യമാങ്കുലി തീരെ ചെറുതായാൽ അയാൾ കഠിന ഹൃദയനായിരിക്കും. കാരണം അയാൾ പ്രതിദാനം ചെയ്യുന്നത് ശനി മണ്ഡലത്തെയാണ്. ഇപ്പോ ശനിമണ്ഡലം എന്ന് പറയുന്നത് തന്നെ ഒരു മ്ലാനതയുടെ ലക്ഷണമാണ്. നമ്മുടെ വികാരത്തെയൊക്കെ നിശ്ചയിക്കുന്ന ഒരു മണ്ഡലമാണ് ശനി. ഭാഗ്യത്തെയൊക്കെ. ആ വിരൽ ചെറുതായി പോയാൽ കഠിന ഹൃദയനായിരിക്കും. എന്നാൽ ഇത് തടിച്ചതാണെങ്കിൽ, വിരൽ തടിച്ചതാണെങ്കിൽ, കാരണം സ്വാഭാവികമായിട്ട് വിരലിൽ നീളമുള്ള വിരലാണേ. അതുകൊണ്ടാണ് നീളം കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത്. ആ വിരലിന്റെ ഒരു സ്വാഭാവിക രീതി എന്ന് പറയുന്നത് നീളമുള്ളതാണ്. അപ്പൊ നീളം കുറഞ്ഞു പോയാലാണ് ക്രൂവരായിരിക്കും എന്ന് പറഞ്ഞത്. എന്നാൽ തടിച്ചതാണെങ്കിൽ, അടിവരയിട്ട് പറയുക, ആവശ്യത്തിലേറെ തടിച്ചതാണെങ്കിൽ, ഇപ്പൊ ചെറുതായി തടിച്ചതല്ല, വലുതായി തടിച്ചതാണെങ്കിൽ, മറ്റു വിരലിന്റെ വലിപ്പമായിട്ട് നോക്കുമ്പോൾ ഈ വിരലിന് വലിപ്പം കൂടുതലുണ്ട് എങ്കിൽ അയാളുടെ മസ്തിഷ്കം, തലച്ചോറ് ക്ഷീണാവസ്ഥയിലാണെന്ന് പറയണം. അമിത ചിന്താഭാരത്താൽ മസ്തിഷ്കം ക്ഷീണമായിരിക്കുന്നു. ക്ഷീണിതമായ മസ്തിഷ്കമാണുള്ളത് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുക. ചിന്തയില്ലാത്ത പ്രവൃത്തിയും പ്രവൃത്തിയില്ലാത്ത ചിന്തയും എന്നാണ് പറയുന്ന ആൾക്കാർ. ചിന്തയില്ലാതെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അപകടമാണ്. പ്രവൃത്തി ഇല്ലാതെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യില്ല, ചിന്തിച്ചുകൊണ്ടിരിക്കും. തന്റെ വരായികളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. രണ്ടും അപകടമാണെന്നാണ് പറയാം. ഇവിടെ കനം കൂടി, വലിപ്പം കൂടിയ, വണ്ണമുള്ള, തടിച്ച, ആവശ്യത്തിലേറെ, വാക്ക് അങ്ങനെയാ പറയാ, ആവശ്യത്തിലേറെ തടിച്ചതാണ് ഈ വിരലെങ്കിൽ അയാളുടെ മസ്തിഷ്കം പ്രവർത്തനക്ഷമതമല്ല, ക്ഷീണിതനാണ്. ക്ഷീണത്തിന് കാരണം അമിതമായ ചിന്ത, വെറുതെയുള്ള ചിന്ത. എന്നാൽ ഈ വിരലിന്റെ അഗ്രം കൂർത്തിരിക്കുകയാണെങ്കിൽ,
നമ്മൾ ഇനി രണ്ടിടത്തോട് വിരലഗ്രം കൂർത്തതിനെ കുറിച്ച് പറയും. മോതിര വിരലിലും ചെറുവിരലിലും വിരലഗ്രം കൂർത്തിരിക്കുന്നതിനെ കുറിച്ച് പറയും. ഇവിടെ ഈ വിരൽ കൂർത്തിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനാണ് അയാൾ. കർക്കശക്കാരൻ, ക്രൂരൻ. അയാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾ വേദനിക്കുകയാണെങ്കിൽ, അത് മനസ്സുകൊണ്ട് വേദനിച്ചാലും ശരി, ശരീരം കൊണ്ട് വേദനിച്ചാലും ശരി, അത് അയാളെ ബാധിക്കുകയില്ല. സാഡിസ്റ്റ് എന്ന് പറയാം. സാഡിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ ഇയാൾക്ക് സന്തോഷം ഉണ്ടാവും. അവരെയാണ് നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയാം. ഒരാളുടെ വേദന കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്ന ആളിനെ നമ്മൾ സാഡിസ്റ്റ് എന്ന് പറയാം. ഇത് ആ അർത്ഥത്തിലല്ല, മറ്റുള്ളൊരു വേദന ഇയാൾക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ വിരലഗ്രം കൂർത്തിരിക്കും. മറ്റു രണ്ട് വിരലിനും വിരലഗ്രം കൂർത്തിരുന്നാൽ അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്, വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ കൂർത്തിരുന്നാൽ കർക്കശക്കാരനും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തവനുമായിരിക്കും ക്രൂരൻ. ഒറ്റ വാക്കിൽ നോക്കാൻ പറയാം. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളണം. നടുവിരൽ മോതിര വിരലിനേക്കാൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിരൽ മൂന്നാമത്തെ വിരലിനേക്കാൾ 1/4 ഇഞ്ച് നീളം കൂടുതലാണ് എങ്കിൽ ആകെ പ്രശ്നത്തിലായ ഒരു മനുഷ്യനായിരിക്കും. നടുവിരൽ മോതിരവിരലിനേക്കാൾ 1/4 ഇഞ്ച് നീളം കൂടുതലാണ് എങ്കിൽ ആ മനുഷ്യൻ ആകെ പ്രശ്നത്തിലായിരിക്കും. എന്നാൽ 1/4 ഇഞ്ച് നീളമാണ് കൂടുതലുള്ളത് എങ്കിൽ ബുദ്ധിമാനും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവനും സമൂഹത്തിന്റെ അംഗീകാരമുള്ളവനുമായിരിക്കും. 1/4 ഇഞ്ചാണെങ്കിൽ മോതിര വിരലിനേക്കാൾ നടുവിരലിന്റെ നീളം 1/4 ഇഞ്ചിനേക്കാൾ കൂടുതലാണെങ്കിൽ, അത് ആദ്യം പറഞ്ഞു, ഫുൾ ഓഫ് ട്രബിൾ, പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ 1/4 ഇഞ്ചാണ് നീളമെങ്കിൽ ബുദ്ധിമാനായിരിക്കും, സമൂഹത്തിന്റെ അംഗീകാരം കിട്ടുന്നവനായിരിക്കും, ജീവിതത്തിൽ പുരോഗതി കൈവരിച്ച മനുഷ്യനുമായിരിക്കും. എന്നാൽ ഒന്നാം വിരലിനേക്കാൾ, അത് വ്യാഴവിരൽ, ചൂണ്ടുവിരൽ, ഒന്നാം വിരലിനേക്കാൾ 1/2 ഇഞ്ച് നീളം കൂടുതലുണ്ട് എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞത് 1/4 ഇഞ്ച് പറഞ്ഞത് മോതിര വിരലുമായിട്ടാണ്, മൂന്നാം വിരലുമായിട്ടാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നാം വിരലുമായിട്ടാണ്. അത് 1/4 ഇഞ്ചല്ല പറയുന്നത്, 1/2 ഇഞ്ചിനേക്കാൾ നീളം കൂടുതലുണ്ട് എങ്കിൽ, അതിൽ 1/2 ഇഞ്ച് നീളം കൂടുതലുണ്ട് എങ്കിൽ അയാൾ കൊലപാതകിയായിരിക്കും. മർഡർ. ഒരുപക്ഷെ ഈ ഗുണ്ടകൾ പോലുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിൽ ഈ വിരലിന് ചിലപ്പോൾ ആ പ്രത്യേകത ഉണ്ടായിരിക്കാം. കൊലപാതകിയായിരിക്കും, മർഡർ ആയിരിക്കും. ഇത്രയും മതി. അയാളെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ട, അത്രയും മതി.
നമ്മളിനി മൂന്നാം വിരലിലേക്ക് പോവുകയാണ്. മൂന്നാം വിരലിന് മോതിര വിരൽ എന്നൊരു പേരുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് അണിവിരൽ എന്നൊരു പേരും ഉണ്ട്. മോതിര വിരലെന്നും അണിവിരലെന്നും പേരുണ്ട്. അയാളുടെ ഒരു ക്യാരക്ടർ നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ? ചൂണ്ടുവിരൽ പഠിച്ചപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്യാരക്ടർ പഠിച്ചായിരുന്നു. എന്താ? 1ഉം 3ഉം വിരലുകൾക്ക് ഒരേ നീളമുണ്ടായിരുന്നാൽ 1ഉം 3ഉം വിരലുകൾക്ക് ഒരേ നീളമുണ്ടായിരുന്നാൽ സമ്പത്തിനും യശസ്സിനും തുല്യ പ്രാധാന്യം കൊടുക്കും എന്ന്. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ആദ്യം പറയുക. നീളം കൂടുതലുണ്ടായിരുന്നാൽ അധികാരമോഹമുള്ള ആളായിരിക്കും. സമ്പത്തിനും യശസ്, പ്രശസ്തി. ഇത് നമ്മള് ആദ്യം പറഞ്ഞു. ചൂണ്ടുവിരൽ പഠിപ്പിച്ചപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പാസ്സായത്. പറഞ്ഞു. 1ആം വിരലിനും 3ആം വിരലിനും ഒരേ നീളമുണ്ടായിരുന്നാൽ ധനത്തിനും പ്രശസ്തിക്കും യശസ് തുല്യ പ്രാധാന്യം കൊടുക്കും. വേണ്ടെന്നല്ല, വേണമെന്നുള്ള പ്രാധാന്യമാണ്. എന്നാൽ ഈ 3ആം വിരൽ, അതായത് മോതിര വിരലിന് നീളം കൂടുതലാണെങ്കിൽ അധികാരമോഹിയായിരിക്കും. വ്യാഴമണ്ഡലത്തെ പോലെ, വ്യാഴവിരലിനെ പോലെ അധികാരമോഹി മാത്രമല്ല, തന്നിഷ്ടക്കാരനുമായിരിക്കും. അവിടെയും നമ്മൾ നീളം കൂടുതലിന് മറ്റൊരു കാര്യം പറഞ്ഞു. അധികാരമോഹിയും ആത്മവിശ്വാസം അമിതമായുള്ള ആളും എന്നാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ ഓർമ്മിക്കും. ആത്മവിശ്വാസം പിന്നീട് ദോഷമായി ഭവിക്കുമെന്നും പറഞ്ഞു. ഇവിടെ പറയുന്നത് മോതിര വിരലിന് നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ, 3ആം വിരലിനല്ലേ സർ? 3ആം വിരൽ, അതാണ് മോതിര വിരൽ എന്ന് ഞാൻ പറഞ്ഞത്. 3ആം വിരൽ, മോതിര വിരൽ, 3ആം വിരൽ, അതിന് നീളം കൂടുതലുണ്ടായിരുന്നാൽ തന്നിഷ്ടക്കാരനും അധികാരമോഹിയുമായിരിക്കും. അപ്പൊ നീളം കൂടിയിരുന്നാൽ അതാണെങ്കിലോ, നീളം കുറഞ്ഞു പോയാൽ ആലോചനാശക്തി കൂടും. നീളം കുറഞ്ഞു പോയാൽ ചെറുവിരലിനേക്കാൾ നീളം കുറഞ്ഞിരിക്കും. ചെറുവിരലിനേക്കാൾ നീളം കുറഞ്ഞിരിക്കും. നീളം കുറഞ്ഞു പോയാൽ കച്ചവട മനസ്സ്. ശ്രദ്ധിക്കുക, ബിസിനസ്സുകാരൻ എന്ന് ഞാൻ പറഞ്ഞില്ല. അയാൾ കച്ചവടക്കാരനായിരിക്കുമെന്നും അല്ല ഞാൻ പറഞ്ഞത്. കച്ചവട മനസ്സ്. ഏത് പ്രവൃത്തിയിൽ കൈവച്ചാലും തനിക്കതിൽ എന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്നയാൾ, അതാണ് കച്ചവട മനസ്സ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ലാഭവും നഷ്ടവും നോക്കി കാര്യങ്ങൾ ചെയ്യുക. ചെയ്യുന്ന പ്രവൃത്തിയുടെ ലാഭവും നഷ്ടവും നോക്കി തീരുമാനത്തിലെത്തുക. അതാണ് കച്ചവട മനസ്സെന്ന് പറയില്ല. കച്ചവടക്കാരൻ എന്ന് നിങ്ങൾ എടുക്കരുത്. അയാൾ കച്ചവട മനസ്സുള്ള ആളായിരിക്കും. ആലോചനാശക്തി കൂടും. ഈ ആലോചന ശക്തി കൂടിയാൽ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ആലോചന ശക്തിയും കൂടും. ഏത് വിഷയത്തിന്റെയും ലാഭനഷ്ടം നോക്കി മനസ്സിലാക്കാനും ഇടപെടാനും പ്രത്യേക കഴിവും അയാൾക്കുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 2ആം വിരൽ കൂർത്തിരുന്നാൽ, ശനിവിരൽ കൂർത്തിരുന്നാൽ ക്രൂരനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാത്ത മനുഷ്യനായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത വിരലും ഇതുപോലെ കൂർത്തിരിക്കും. മോതിര വിരൽ കൂർത്തിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വിരൽ കൂർത്തിരുന്നാൽ കലാകാരനാകും. കലാകാരൻ, സംഗീതജ്ഞൻ ആയിരിക്കും. കലാകാരൻ അല്ലെങ്കിൽ സംഗീതജ്ഞനായിരിക്കും. ഇയാൾക്ക് രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടാകാം എന്ന് പറഞ്ഞാൽ ശനി വിരലിനോടൊപ്പം നീളം ഇയാൾക്കുണ്ടാവാം. അപൂർവമായിട്ട് കാണുന്ന ഒന്നാണ്. മൂന്നാം വിരലിന് രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടാകുക. ഇപ്പൊ മൂന്നാം വിരലിന് രണ്ടാം വിരലിനോടൊപ്പം നീളമുണ്ടായാൽ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ചീട്ട് കളിക്കാരൻ എന്ന് പറഞ്ഞാലോ സ്പെക്കുലേഷൻ, കാൽക്കുലേഷൻ, ഇങ്ങനെ വരാം. ചൂതാട്ടം എന്ന് പറയാം. ചൂതാട്ടക്കാരനായിരിക്കും, ഗാംബ്ലിംഗ് ചെയ്യുന്നവനായിരിക്കും. അത് ചീട്ട് കളിക്കാരനും ആവാം, ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നവനും ആവാം. ഈ ആടുമയിൽ ഒട്ടകം വെച്ച് കളിക്കുന്നവനും ആവാം, കളിക്കാൻ താല്പര്യം കാണിക്കുന്നവരാവാം. കളിക്കുന്നവനല്ല, കളിക്കാൻ താല്പര്യം കാണിക്കുന്നവൻ, മുച്ചീട്ട് കളിക്കുന്നവൻ, ചീട്ട് കളിക്കുന്നവൻ, വെറുതെ പന്തയം വെക്കുന്നവൻ, ഷെയർ മാർക്കറ്റ് ബിസിനസ് ഭംഗിയായി ചെയ്യുന്നവനും ആകാം. അതും ഗാംബ്ലിംഗ് ആണ്. ഇത് എഴുതിയ കാലത്ത് ഷെയർ മാർക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, കുതിരപ്പന്തയവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ അത് പറഞ്ഞു നിർത്തിയത് ഗാംബ്ലിംഗ് എന്ന്, ചൂതാട്ടം. ഇപ്പൊ മോള് ചൂതാട്ടത്തിൽ ഇതെല്ലാം കൊണ്ടുവരും. ഷെയർ മാർക്കറ്റ് വരെ അതിനകത്ത് വരാം. ഓ, അതെങ്ങനെയാണെങ്കിൽ അയാളുടെ നീളം രണ്ടാം വിരലിനോടൊപ്പം ഉണ്ടായാൽ, എന്നാൽ നീളം കുറഞ്ഞു പോകാം. നീളം കുറഞ്ഞു പോയാൽ കലാപരമായ വസ്തുക്കളിൽ നിന്നും പഴയ വസ്തുക്കളിൽ നിന്നും മൂല്യം കണ്ടെത്തും, ധനം നേടും, ആക്രി പറക്കുന്നവനും ആകാം. പഴയ വസ്തുക്കളാണ് ആക്രി. പിന്നെയോ നമുക്കറിയാലോ, ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കൾ വാങ്ങി കച്ചവടം ചെയ്യുന്ന ആൾക്കാരില്ലേ, പുരാവസ്തു കച്ചവടക്കാരനും ആകാം. പുരാവസ്തു കച്ചവടക്കാരനുമാകാം. ഒരു സാധാരണക്കാരാണെങ്കിൽ ആക്രി പറക്കി ജീവിക്കുന്നവനും ആകാം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ വിരലിന് പറയുക. അതിന്റെ കൂട്ടത്തിൽ ഈ മോതിര വിരലിന്റെ ഒന്നാം ഖണ്ഡത്തിൽ ആ ചിത്രം ഉണ്ടാകാനാണ് സാധ്യത. ഒരു ഒറ്റയ്ക്ക് വിരൽ നിൽക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വിരലിന്റെ ചിത്രം ഒന്ന് നിർത്താൻ പറ്റുമോ? ഈ അവസാനം കാണുന്ന ചിത്രമായിരിക്കും തോന്നുന്നു, അവസാനത്തേത്. യെസ്, അതെ അല്ലേ. മോതിര വിരലിന്റെ ഒന്നാം ഖണ്ഡത്തിൽ ഈ കാണുന്ന പോലെ ഒരു ക്രോസ് ചിഹ്നം, ഒരു കുറുകെ ഒരു വര കാണാം. കുറുകെ ഇങ്ങനെ ഉണ്ടായിരുന്നാൽ കുലത്തൊഴിൽ ചെയ്യും എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത്. കുലത്തൊഴിൽ ചെയ്യും. പണ്ട് കാലത്ത് കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ ബാർബറുടെ പണി ചെയ്യും, അലക്കുകാരന്റെ ആ പണി ചെയ്യും, മരപ്പണി എടുക്കുന്നയാൾ ആശാരിപ്പണി ചെയ്യും. അതാണ് ഓരോ കുലത്തിനും ഒരു കച്ചവടക്കാരൻ, വൈശ്യൻ, അവരുടെ പണി ചെയ്യും. അപ്പൊ ഓരോ കുലത്തിനും, പണ്ടുകാലത്ത് കുലത്തിനാണ് ഓരോ തൊഴിൽ പറഞ്ഞിരുന്നത്. വേളാർ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ മൺകലം ഉണ്ടാക്കും, വെളുത്തേടനാണെങ്കിൽ തുണി അലക്കും. എന്നാ പറയാ, പാരമ്പര്യ തൊഴിൽ, കുലത്തൊഴിൽ ചെയ്യുന്നതാണ്.
പക്ഷെ ഇപ്പൊ നമ്മൾ അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു തൊഴിലും ആർക്കും അന്യമല്ല. ഏറ്റവും വലിയ സമ്പന്നരാണ് ഇപ്പൊ ബാർബർ ഷോപ്പ് ഇടുന്നത്. നിങ്ങൾ അതിശയിക്കുന്നു വേണ്ട. ഏറ്റവും വലിയ സമ്പന്നരൊക്കെ അവര് പണം മുടക്കി ബാർബർ ഷോപ്പ് ഇട്ടിട്ട്, AC ബാർബർ ഷോപ്പ് ഇട്ടിട്ട് തലമുടി വെട്ടാൻ അവിടെ ആളെ വെക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് പാരമ്പര്യ തൊഴിൽ എന്ന് പറയാൻ പറ്റില്ല. കുലത്തൊഴിൽ എന്ന് പറയാൻ പറ്റില്ല. അതൊരു പാരമ്പര്യ തൊഴിലായിട്ട് മാറാം. കാരണം അയാൾ അച്ഛനും ഇങ്ങനെയുള്ള ബൊട്ടിക്കുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്യൂട്ടി സലൂൺ, ഇന്നിപ്പോ പേരുകളൊക്കെ മാറ്റമാണ്. ബ്യൂട്ടി സലൂൺ എന്നൊക്കെ നമ്മൾ പറയാം. ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനകത്ത് വരുന്നത്. കുറുകെ വരയുണ്ടായാൽ അത് എന്താണെന്നാണ് കുലത്തൊഴില് ചെയ്യുന്നത്. കുലത്തൊഴിൽ ചെയ്യും, പാരമ്പര്യ തൊഴിൽ ചെയ്യും. അച്ഛൻ ബിസിനസ്സുകാരനാണ്, മകനും ബിസിനസ്സുകാരനാണ്. അച്ഛന് തടിക്കച്ചവടമാണോ, അവനും തടിക്കച്ചവടം ചെയ്യും. ടെക്സ്റ്റൈൽ ഇടുക, അച്ഛന് ടെക്സ്റ്റൈൽ ഇട്ടു, അപ്പൂപ്പന് ടെക്സ്റ്റൈൽ ഉണ്ട്, അച്ഛൻ ടെക്സ്റ്റൈൽ ഇട്ടു. ഇപ്പം മകന്റെ കയ്യിലുണ്ടെങ്കിൽ മകനും ടെക്സ്റ്റൈൽ രംഗത്ത് നിൽക്കും, തുണിയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ പണ്ട് കാലത്ത് ഇത് പറയുന്നത് കുലത്തൊഴിൽ എന്നാ പറയാ. ഇന്ന് നമ്മൾ കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയില്ല. അന്യവാദി ജാതിയിൽപ്പെട്ടവർ വരെ ഈ പറഞ്ഞ ബാർബർ പണിയും മറ്റ് ഇവളുടെ തുണി ഡ്രൈ ക്ലീനിങ് ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ തുണി വെളുപ്പിച്ചു കൊടുക്കുക തന്നെയാണ്, അലക്കുക തന്നെയാണ് ഡ്രൈ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം അല്പം മാറ്റി പറയാം. പാരമ്പര്യ തൊഴിൽ ചെയ്യും. കുലത്തൊഴിൽ എന്ന് പറയേണ്ട, പാരമ്പര്യമായി ആ കുടുംബം പാരമ്പര്യമായി ചെയ്യുന്ന തൊഴിൽ ചെയ്യും. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ കൂട്ടത്തിൽ ആരോ ഒരാളുടെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ തൊട്ടുമുമ്പത്തെ ഈ നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ വിരൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരുടെയും ഒരാളുടെ കയ്യിൽ, എനിക്ക് തോന്നുന്നു വൈദ്യം കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. മർമ്മ ചികിത്സ എന്തോ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ. ആ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാൾ, എന്താ എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ അങ്ങനെ തോന്നുന്നത്, ആ മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവർ പാരമ്പര്യമായിട്ട് ആണ് ഈ മർമ്മ ചികിത്സ അങ്ങനെ എന്തോ ചെയ്യുന്നത്. അദ്ദേഹം അന്ന് ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ അനുഭവം പറയുകയും ചെയ്തു. എന്റെ കയ്യിൽ അതുണ്ട്, ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ക്ലാസ്സിലെ ആൾക്കാർക്ക് ഓർമ്മ വരും. നമ്മൾ അന്ന് അദ്ദേഹം കൈ കാണിക്കുകയും ചെയ്തു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് ഇല്ല എന്നതാണ്. പിന്നെ വരുന്നത്, ഇനി ഒരു വിരൽ കൂടെ ഉള്ളൂ, നമ്മുടെ സമയം തീർന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ആ ഒരു വിരൽ കൂടെ ഇന്നിപ്പോ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല, കുഴപ്പമില്ല. പറയാം. പറയാം. ഓക്കെ. അപ്പൊ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേഗത്തിൽ നോട്ട്സ് തീർക്കാം. നിങ്ങൾ നോട്ട്സ് വാങ്ങിയാൽ അത് നന്ന്, ഇല്ലെങ്കിൽ നോട്ട്സ് എഴുതാം. അടുത്ത വിരലിന്റെ പേര് കനിഷ്ഠിക എന്നാണ്. ചെറുവിരൽ, ഇത് കനിഷ്ഠിക, ചെറുവിരൽ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കനിഷ്ഠികയ്ക്ക് മോതിര വിരലിനോടൊപ്പം നീളമുണ്ടാകുക. കനിഷ്ഠികയ്ക്ക് മോതിര വിരലിനോടൊപ്പം നീളമുണ്ടാകുക. ഭരണകർത്താവ്. അപ്പം ശ്രദ്ധിച്ചാൽ വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ അവരെല്ലാം ഭരണാധികാരികളുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഈ കനിഷ്ഠികയ്ക്ക് മോതിര വിരലിനോടൊപ്പം നീളം കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഒന്നാം സന്ധിക്ക് മുകളിൽ, ആരുടെ? മോതിര വിരലിന്റെ ഒന്നാം സന്ധി എന്ന് പറഞ്ഞത് ഇത് ഇവിടെ, ഈ ഭാഗം ഒന്നാം സന്ധി. മോതിര വിരലിന്റെ ഒന്നാം സന്ധിക്ക് മുകളിൽ ചെറുവിരൽ നിൽക്കാൻ. ഇപ്പൊ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് അങ്ങനെയാണ്. അവിടെ ആ ഒന്നാം സന്ധിക്ക് മുകളിലാണ് ചെറുവിരൽ നിൽക്കുന്നത്. അത് ഒന്നാം സന്ധിക്ക് മുകളിലാണ് നിൽക്കുന്നത് എങ്കിൽ ദീർഘായുസ്സുണ്ടായിരിക്കും,
രാജ്യകാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കും, പൊളിറ്റീഷ്യനായിരിക്കും, കണക്കിനോട് താല്പര്യമുണ്ടായിരിക്കും, ശാസ്ത്രജ്ഞനായിരിക്കാം, സയന്റിസ്റ്റ് ആയിരിക്കാം. എന്തായാലും നല്ല കാര്യങ്ങളാണ്. പൊളിറ്റീഷ്യൻ ആവാം, ശാസ്ത്രത്തിൽ കണക്കിൽ താല്പര്യമുണ്ടാകാം, ദീർഘായുസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഒന്നാം സന്ധിക്ക് മുകളിൽ നീളമുണ്ടെങ്കിലാണ് ഈ ഫലം പറഞ്ഞത്. ഒന്നാം സന്ധിക്ക് താഴെയാണെങ്കിലോ പരസഹായത്താൽ ഉന്നതി. ഇപ്പൊ മുകളിലാണെങ്കിൽ ദീർഘായുസ്, കണക്കിൽ താല്പര്യം, രാജ്യകാര്യങ്ങളിൽ താല്പര്യം, സയന്റിസ്റ്റ്, ഇതൊക്കെ പറഞ്ഞത്. ഒന്നാം സന്ധിക്ക് താഴെയാണ് എൻ്റെ നീളമെങ്കിൽ പരസഹായത്താൽ ഉന്നതിയിലെത്തിയ ആളായിരിക്കും. അപ്പൊ ഇത് രണ്ടും പറഞ്ഞാൽ നമുക്ക് വേറൊന്ന് പറയാം. ഒന്നാം സന്ധി വരെ നീളം വരാം. സന്ധിക്ക് മുകളിൽ നീളം എന്ന് പറഞ്ഞു, സന്ധിക്ക് താഴെ നീളം പറഞ്ഞു. സന്ധിക്ക് താഴെയാണ് നീളമെങ്കിൽ പരസഹായത്താൽ ഉന്നതിയിൽ നേടിയ ആളായിരിക്കും. വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും മറ്റൊരാളുടെ സഹായം ഉണ്ടായിരിക്കും. പഠിച്ചതിൽ, തൊഴിൽ നേടിയതിൽ, വീട് വെച്ചതിൽ, വിവാഹം കഴിച്ചതിൽ, ജോലി കിട്ടിയതിൽ ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ സഹായം, കൈത്താങ്ങ്, സപ്പോർട്ട് അത് കിട്ടിയിരിക്കും. മുകളിലാണ് കാണുന്നതെങ്കിലോ ദീർഘായുസ് ഉണ്ടാവും, സയന്റിസ്റ്റ് ആവാം, കണക്കിൽ താല്പര്യം ഉണ്ടാവാം, പിന്നെ ഈ പൊളിറ്റിക്കൽ വിഷയങ്ങൾ, രാജ്യകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒന്നാം സന്ധി വരെയാണ് നീളമെങ്കിൽ സൂത്രധാരകനും വശീകരണ ശക്തി ഉള്ളവനുമായിരിക്കും. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ഉള്ള ബിരുദുള്ളവനായിരിക്കും. നമ്മൾ ഈ നിക്ഷേപ തട്ടിപ്പൊക്കെ നടത്തുന്ന ആൾക്കാര് ഈ വിധത്തിൽപ്പെട്ടവരാണ്. അവരെ കയ്യിൽ ചെന്ന് പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെട്ടു പോരാൻ കഴിയില്ല. പറഞ്ഞ് അവർ പറയുന്നിടത്തെത്തിക്കും. വശീകരണ ശക്തി. പിന്നെയോ സൂത്രധാരകനായിരിക്കും. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ളവനായിരിക്കും. എന്നാൽ ചെറുവിരൽ കൂർത്തിരുന്നാൽ, ഞാൻ അപ്പോൾ രണ്ടാമത്തെ വിരൽ പഠിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ പറഞ്ഞു, മൂന്നാമത്തെ വിരലും കൂർത്തിരിക്കാം, നാലാമത്തെ വിരലും കൂർത്തിരിക്കാം. അവിടെ കൂർത്തിരുന്നാൽ ക്രൂരനും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുവാൻ കഴിയാത്തവനുമാണെങ്കിൽ, മൂന്നാം വിരൽ കൂർത്തിരുന്നാൽ കലാകാരനായിരിക്കും, സംഗീതജ്ഞനായിരിക്കും. എന്നാൽ നാലാം വിരൽ കൂർത്തിരുന്നാൽ കലാകാരനായിരിക്കും. സംഗീതം തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും കലയിൽ അയാൾ വിദഗ്ധനായിരിക്കും. മൂന്നാം കണ്ണം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ കണ്ണമാണ്. ബുധമണ്ഡലത്തോട് ചേർന്നിരിക്കുന്ന കണ്ണത്തെയാണ് മൂന്നാം കണ്ണം എന്ന് പറയാം. ബുധമണ്ഡലത്തോട് ചേർന്നിരിക്കുന്ന കണ്ണം. ആ മൂന്നാം കണ്ണം വലിപ്പമുള്ളതാണ് എങ്കിൽ, നീളം കൂടിയിരുന്നാൽ യോഗ്യനായി നടിക്കും. മൂന്നാം കണ്ണം വലിപ്പമേറിയിരുന്നാൽ യോഗ്യനായി നടിക്കും. ഇപ്പൊ നീളം കുറഞ്ഞു പോയാലോ മാന്യനായിരിക്കുമെന്നാണല്ലോ എടുക്കേണ്ടത്? അല്ല, മടയനായിരിക്കും. നീളം കൂടിയാൽ യോഗ്യനായി നടിക്കും, നീളം കുറഞ്ഞാൽ മടയനാകുകയല്ല, മാന്യനല്ല, മടയനായിത്തീരും. രണ്ടാം കണ്ണത്ത് നീളം കുറഞ്ഞു പോയാൽ സ്വഭാവ വൈകൃതം കാണിക്കും.
രണ്ടാം കണ്ണം എന്ന് പറയുന്നത് ഇടയ്ക്ക് കാണുന്ന ഭാഗം. രണ്ടാം കണ്ണത്തിന് നീളം കുറഞ്ഞു പോയാൽ സ്വഭാവ വൈകൃതം കാണിക്കും. എന്നാൽ മൂന്നാം കണ്ണം തടിച്ചിരുന്നാൽ, അവിടെ നീളം കൂടുതലല്ല പറയുന്നത്, തടിച്ചിരിക്കൽ. ഇത് നേരത്തെ ശനിവിരലിലും നമ്മൾ പറഞ്ഞു. ശനിവിരലിലും നമ്മൾ പറഞ്ഞു തടിച്ചിരുന്നാൽ, ആവശ്യത്തിലേറെ തടിച്ചിരുന്നാൽ അയാളുടെ മസ്തിഷ്കം ക്ഷീണിതനായിരിക്കും. മസ്തിഷ്കം പ്രവർത്തനക്ഷമത കുറഞ്ഞിരിക്കും, ആലോചനാശക്തി കൂടിയിട്ട്. ഇവിടെ പറയുന്നത് ഒന്നാം ഖണ്ഡം, അതായത് നഖത്തോട് ചേർന്ന ഭാഗം തടിച്ചിരുന്നാൽ അയാൾ നിരീശ്വരവാദിയായിരിക്കും. അപ്പൊ നിരീശ്വരവാദിയെ തിരിച്ചറിയാൻ ഒരു വഴിയായി. എന്നാൽ ഒന്നാം ഖണ്ഡത്തിൽ ക്രോസ് ചിഹ്നം ഉണ്ടായിരുന്നാൽ, ക്രോസ് എന്ന് പറഞ്ഞാൽ കുരിശ്, ക്ലിയറായ ഒരു കുരിശ്, വളരെ വ്യക്തമായ ഒരു കുരിശ് അടയാളം ഒന്നാം ഖണ്ഡത്തിൽ ഉണ്ടായിരുന്നാൽ അയാൾ അവിവാഹിതനായിരിക്കും. ഒന്നാം ഖണ്ഡത്തിൽ കുരിശടയാളം ഉണ്ടായിരുന്നാൽ അയാൾ അവിവാഹിതനായിരിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിരൽ ചിലപ്പോൾ ഇങ്ങനെ അല്പം ഒന്ന് മടങ്ങിയിരിക്കും. നമ്മളിങ്ങനെ വിരൽ കൈ ഇങ്ങനെ നിവർത്താൻ പറഞ്ഞാൽ ഈ വിരൽ ചില ആൾക്കാർക്ക് അല്പം ഒന്ന് വളഞ്ഞിരിക്കും, ലേശം. അത് കൈ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, അല്പം വളഞ്ഞിരിക്കും. ഇങ്ങനെ ലേശം ഇങ്ങനെ വളഞ്ഞിരിക്കും. ലേശം വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നാരിത സ്വഭാവം. നാരിത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം കള്ളം പറയുക. എന്നത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, മനഃപൂർവ്വമായിട്ടുമല്ല. നാരദയുടെ സ്വഭാവം നമ്മൾ പുരാണത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. നാരദർ അല്പം കള്ളം പറയും, അത് അർത്ഥസത്യങ്ങളുമായിരിക്കും. പൂർണ്ണമായി കള്ളം എന്ന് പറയാൻ പറ്റില്ല, അർത്ഥസത്യങ്ങളായ കാര്യങ്ങൾ അയാൾ പറയും. ഇപ്പൊ മറ്റൊരാളെ ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശത്തോടല്ല, ചെറിയ കള്ളങ്ങൾ ചില അവസരത്തിനനുസരിച്ച് പറയും. ഇപ്പൊ ഒരാൾ വന്നിട്ട് ഒരാളെ തിരക്കുകയാണ്, അവനിവിടെ വന്നിരുന്നോ? ഇയാൾ കൂളായിട്ട് ഇല്ലല്ലോ, വന്നില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയും. യഥാർത്ഥ ഇയാൾ വന്നു, ഇയാൾ കണ്ടു. പക്ഷേ അയാളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് അയാൾ ഇവിടെ വന്നില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. ഇത്തരത്തിലുള്ള ചെറിയ കള്ളങ്ങൾ പറയുന്ന ആളായിരിക്കും അത്. ഇത്രയുമാണ് നമ്മുടെ 5 വിരലുകളെ കുറിച്ച് പറയാനുള്ളത്. യഥാർത്ഥ ക്ലാസ് തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് വളഞ്ഞിരുന്നാലാണ് സാറേ, അല്പം വളഞ്ഞിരുന്നാൽ. യഥാർത്ഥത്തിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു അരമണിക്കൂറൊന്നും പഠിപ്പിച്ച് നിർത്തേണ്ടി വരും എന്നാണ് ഞാൻ ധരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. എന്തോ അത് പറയാൻ പറ്റി, അതൊരു നന്നായി. അപ്പോൾ നമ്മൾ 5 വിരലുകളെയും കുറിച്ച് പറഞ്ഞു, വളരെ ദീർഘമായിട്ടാണ് പറഞ്ഞത്. നോട്ട്സ് കിട്ടിയില്ല എങ്കിൽ, മറ്റാരെങ്കിലും നോട്ട്സ് കിട്ടിയില്ല എങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞുതരാം, ഡിക്റ്റേറ്റ് ചെയ്തു തരാം. നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യാം. ഇതിക്ക് മുമ്പ് ഇത് ഈ വിരലുകളുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു സാർ. ഞാൻ ഇല്ലായിരുന്നു, ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നിപ്പോ ഈ ക്ലാസ് എടുത്തത്. അന്ന് വിരലുകൾ പഠിപ്പിച്ചപ്പോൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എടുത്തത്. അതിൽ 1-2 ആൾക്കാർ മാത്രമേ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ. അവർക്ക് പഠിക്കാനുള്ള താല്പര്യമാണ്. നമ്മളതിന് അങ്ങനെയാണ് കാണേണ്ടത്. ഒരിക്കൽ കൂടെ കേട്ടാൽ അത്രയും ഓർമ്മയിൽ നിൽക്കും എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമാണ് അവർ വേണ്ടി ഈ ക്ലാസ്സിൽ വന്നത്. അപ്പോൾ അവർ വന്നുകൊണ്ട് ചിലപ്പോൾ ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവാം. അവരെഴുതിയെടുത്ത നോട്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അവർ വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല, വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞ് എനിക്ക് പോയി അതങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റും.
നിങ്ങൾ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞ ജോലി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത് സൗകര്യം പോലെ ചെയ്തോളൂ. എനിക്ക് വാശിയൊന്നുമില്ല നിങ്ങൾ എഴുതിയെടുക്കണമെന്ന്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു.